Assalamualaikum. Welcome back to ZAIN's Wonder World. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് LCHFകാർക്ക് പറ്റിയ ഒരു വിഭവമാണ്. LCHFകാർക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരുപാട് വിഭവങ്ങളുണ്ട്. അവർക്ക് പിസ്സ കഴിക്കാൻ പാടില്ല, സോസ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. പക്ഷേ LCHFൽ അനുവദനീയമായ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് പിസ്സയും എല്ലാം തയ്യാറാക്കാം. കട്ട്ലറ്റ് തയ്യാറാക്കാം. ഒരുപാട് വിഭവങ്ങളുണ്ട്. പനീർ വെച്ചൊക്കെ ചെയ്യാം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്റ്റഫ്ഡ് പിസ്സ ഓംലെറ്റ് ആണ്. ഇത് ഞാനിട്ട പേരാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. എൻ്റെ ചാനലായ ZAIN's Wonder World നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 3 എഗ്ഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് തക്കാളി, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചതാണ്, കുറച്ച് കാബേജ്, ഉപ്പ്, പിന്നെ വേണ്ടത് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഉള്ളി, മല്ലിയില, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഉള്ളിയും ക്യാരറ്റൊക്കെ വളരെ കുറച്ചേ യൂസ് ചെയ്യാവൂ. പിന്നെ വേണ്ടത് നെയ്യ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഒരു ബീറ്റർ എടുത്ത് ഇത് നന്നായി പതപ്പിച്ചെടുക്കാം. എഗ്ഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ആയി തന്നെ പതപ്പിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി വൈറ്റും ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. എഗ് ബീറ്റർ തന്നെ വേണം എന്നൊന്നൊരു നിർബന്ധവും ഇല്ല. സ്പൂണായാലും വിസ്കായാലും ഫോർക്കായാലും എന്തെങ്കിലും ഒന്ന് കൊണ്ട് പതപ്പിച്ചെടുത്താൽ മതി. ഇനി വൈറ്റും പതപ്പിച്ചെടുക്കാം. ഇതിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പാത്രം അടുപ്പിൽ വെച്ച് ചൂടായാൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യോ ബട്ടറോ യൂസ് ചെയ്താൽ മതി. ഇത് ചൂടാവട്ടെ. ഇതിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. തീ സിമ്മിലിടണം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് കുറച്ചെടുത്ത് വിതറി കൊടുക്കാം. പിന്നീട് അരിഞ്ഞു വെച്ച ഓരോ പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം. കാബേജ്, LCHFകാർക്ക് പിസ്സ കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷെ അതിന് അനുവദനീയമായ വെജിറ്റബിൾസും ഇൻഗ്രീഡിയൻസും കൊണ്ട് മാത്രം തയ്യാറാക്കണം എന്നേ ഉള്ളൂ. കുറച്ച് ക്യാപ്സിക്കം, നല്ല ടേസ്റ്റിയായി ഓരോ വിഭവങ്ങളും പരീക്ഷിച്ച് നോക്കിയാൽ ഒരുപാട് വിഭവങ്ങൾ LCHFകാർക്ക് കഴിക്കാൻ പറ്റിയതുണ്ട്. അങ്ങനെ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒന്നാണിത്. ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില, തക്കാളി, ഇനി മുകളിൽ കുറച്ച് ചീസ് കൂടി വിതറി കൊടുക്കാം. നല്ല ടേസ്റ്റിയാണിത്. എന്നും ഒരേ രീതിയിൽ തന്നെ ചെയ്യാതെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളും ഇടയ്ക്ക് നടത്തി നോക്കണം. LCHFൽ പറഞ്ഞ അളവിലേ ഉപയോഗിക്കാവൂ എന്ന് മാത്രം. അതേ ഇൻഗ്രീഡിയൻസും വേണം. സോസൊന്നും ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും
പിസ്സ കഴിക്കാൻ പാടില്ല ഒന്നുമില്ല. ഇനി എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ല സ്നോ നിൽക്കുന്ന പോലെ ഉണ്ട്. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം. ഇതിന് ഡെക്കറേഷന് വേണ്ടി ഞാൻ വെറുതെ 2-3 ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം. അങ്ങനെ അടിപൊളി സ്റ്റഫ്ഡ് പിസ്സ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ബട്ടർ കോഫി കൂടി ഉണ്ടായാൽ ഉഷാറായി. LCHFകാർക്ക് വിഭവങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നല്ല നല്ല വിഭവങ്ങൾ കഴിക്കാൻ പറ്റിയതുണ്ട്. അതിൽ ഒന്ന് പരീക്ഷിച്ച് വിജയിച്ചതാണിത്. ഇനിയും ഇതുപോലെ ഒരുപാട് വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.